ഈ ജാസി അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ഒരു പാട്ട് ഇതുപോലൊരാളെ ഇങ്ങനെ പിടിച്ചു ചേർത്തു. ഈ ലജ്ജാവതിയാണ് യഥാർത്ഥത്തിൽ ജാസിയുടെ അനാട്ടമി പരിശോധിക്കുകയാണെങ്കിൽ ജാസിയെ ജാസിയാക്കി. തീർച്ചയായിട്ടും. ഒരുപക്ഷെ ഒരു വിസ്ഫോടനമായിരുന്നു. ജാസി ഞെട്ടിപ്പോയോ? സർപ്രൈസ്ഡ് ആയിരുന്നു ആ സമയത്ത്. കാര്യം എന്ന് വെച്ചാൽ ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എടുക്കാൻ പോലും വന്ന് കമ്പനികളാരും ഒന്നിലങ്ങനെ കുറേ നാൾ ഇതിൻ്റെ ഓഡിയോ തന്നെ ഇങ്ങനെ ബ്ലോക്കായി കിടന്നു. പ്രത്യേകിച്ച് പുതിയ മ്യൂസിക് ഡയറക്ടേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. പിന്നെ പാടിയവരെല്ലാം പുതിയ ആൾക്കാർ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇതിൽ ലിറിക്ക് മാത്രം കൈതപ്രം തിരുമേനി മാത്രമുണ്ട് ഇതിൽ അറിയാവുന്ന ഒരാൾ. വെളിയിൽ നിന്ന് പിന്നെ ഉണ്ണിമേനോൻ ചേട്ടനൊരു ചെറിയൊരു ഫില്ലർ സോങ് പോലൊരു സംഭവം പാടിയിട്ടുണ്ട്. അതല്ലാതെ ആൽബം ഫുള്ള് പുതിയ ആൾക്കാരായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്കും ഒരു ഭയം ഉണ്ടായിരുന്നു, ഇത് വെളിയിൽ ആരെങ്കിലും വാങ്ങിക്കുമോ അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ആ സമയം പേടിയില്ല, ജയരാജ് സാർ എന്നുള്ള വ്യക്തി ഫ്രണ്ടിലുള്ളത് കാരണം. കാര്യം ഇതിന് തൊട്ടു മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ദേശാടനം ഇതുപോലെ എത്രയോ ലക്ഷം കോപ്പികൾ വിറ്റതാണ്. അപ്പോഴത്തേക്ക് ഒരു മിനിമം ഒരു ഗ്യാരണ്ടി സാറിൻ്റെ ഓഡിയോ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പോൾ ജോണി വാക്കർ ആണെങ്കിലും ദേശാടനം കളിയാട്ടം ഏതൊക്കെ എല്ലാ പടത്തിൻ്റെയും പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടും. അപ്പോഴേ ഇത് പാട്ട് ശ്രദ്ധിക്കപ്പെടും. ഇത് കൺസീവ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഈ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് ഉണ്ടാകുമെന്നും ഇത് വേറെ തലത്തിലേക്ക് ഉയരുമെന്നൊക്കെ ജാസി ചിന്തിച്ചിരുന്നു? അതെയോ ഒരുപക്ഷെ ഇത് പിന്തള്ളപ്പെട്ടു പോകുന്ന മറ്റൊരു പാട്ടായിട്ട് മാത്രമാണോ ജാസി ചിന്തിച്ചത്? പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു മിനിമം ഒരു ലെവലിൽ പോകുമെന്ന് ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഭരത് എന്നോട് ആദ്യം റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭരതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇങ്ങനെ തമിഴ് പടങ്ങൾ ചെയ്യണമെന്ന്. അതൊക്കെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അത് മലയാളം പോലും ചെയ്തു തുടങ്ങിയില്ല ശേഷമായിട്ട്. അപ്പോഴങ്ങനെ ഒരു എന്തോ ഒരു വൈബ്രേഷൻ അവർ പാട്ട് കേൾക്കുമ്പോഴത്തേക്കുണ്ടെന്ന് തോന്നി. അതുപോലെ തന്നെ ആ സമയത്ത് ആദ്യം പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് അദ്നാൻ സ്വാമി പിന്നെ കാർത്തിക്കിൻ്റെ അടുത്ത് പോയി. കാർത്തിക് ആക്ച്വലി 2 പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ കാർത്തിക് കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്തു. 2 പാട്ട് ആദ്യം കുറച്ച് റെക്കോർഡ് ചെയ്തു. അതിനുശേഷം ഡെമോ ഷൂട്ടിന് പോയി. അങ്ങനെയാണ് സെറ്റിൽ കേട്ടിട്ട് ക്യാമറാമാൻ ആർ ഡി രാജശേഖർ സാറ്, പിന്നെ ഇത് എഡിറ്റ് ചെയ്ത ആൻ്റണി, അദ്ദേഹമാണ് അവരാണ് ആക്ച്വലി ഇത് കറക്റ്റ് വീണ്ടും ഒന്ന് ഫ്രഷാക്കി എടുത്ത് അങ്ങ് അടിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത്. ഇപ്പോൾ സാഹിത്യത്തിലൊക്കെ മോഡേണിസം പോസ്റ്റ് മോഡേണിസം വരുന്നത് പോലെ ഒരുപക്ഷെ ജാസിയിലൂടെ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് ബ്രാഞ്ച് സംഗീതത്തിൽ ആരംഭിച്ചു. ജയരാജ് ജാസിയുടെ ശബ്ദം കേട്ടിരുന്നത് പറഞ്ഞു എല്ലാ പാട്ടും പാടണമെന്ന് പറഞ്ഞു അദ്ദേഹം. ഞാൻ 1-2 റെക്കോർഡിങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഉപദേശിച്ചൊരു സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വളരെ ഒരു റിഫൈൻഡ് അല്ലാത്ത ടൈപ്പ് മ്യൂസിക്കെല്ലാം എല്ലാ പാട്ടും പാടാൻ ട്രൈ ചെയ്യാതിരിക്കാൻ നല്ലതായിരിക്കും. പിന്നെ നമ്മുടെ സ്റ്റൈലുകൾ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള റെപ്പിറ്റേഷൻ സ്വഭാവം ഒഴിവാക്കി. ഇതൊക്കെ ജയരാജ് സാർ ആദ്യമേ പറഞ്ഞു തന്ന സംഭവങ്ങളാണ്. പിന്നെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുന്നത് മാത്രം പാടുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹം മാത്രമല്ല ജനറലായിട്ട് ഈ പാട്ട് കമ്പോസ് ചെയ്ത് ജാസി തന്നെ പാടണമെന്നുള്ള ഒരൊറ്റ നിർബന്ധം ജയരാജ് സാറിൻ്റെ തന്നെയായിരുന്നു. പാടി കേൾപ്പിച്ചതിന് ശേഷം പലരും ഇഷ്ടപ്പെടാൻ തുടങ്ങി. മൈക്കെടുക്ക് 11 വർഷം കഴിഞ്ഞിട്ടും ആ പാട്ട് ഇപ്പോഴും ഒരുപക്ഷെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ തൊട്ടുരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാനെ മാനസ കൊട്ടാര കെട്ടിനകത്തുള്ള രോജാ രാജറാണി, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. Baby, want your body with this freaky thing, and I won't let you go, and I won't let you down. Through the fire, to the limit, to the water, just to be with you, I'm gladly risk it all. Let me do it one more time, do it one more time. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ.
താങ്ക് യു